നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ രണ്ടാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരൻ. മരിച്ചതിനാൽ ശിക്ഷ വിധിച്ചില്ല. ഗീതാനന്ദൻ ഉൾപ്പെടെ 56 പ്രതികളും കുറ്റവിമുക്തർ. പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ സലാം വധശ്രമക്കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. വിധി പറഞ്ഞത് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വിധി നിരാശാജനകമെന്ന് വിനോദിന്റെ കുടുംബം അപ്പീൽ നൽകും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ. ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും കേരളം ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയില്ലെന്ന് PV അബ്ദുൾ വഹാബ് MP ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരിയുടെ മറുപടി. പദ്ധതിയിൽ ഒപ്പിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടും വാങ്ങി ഇപ്പോൾ തലയിൽ കയറേണ്ട എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. PM ശ്രീയുമായി മുന്നോട്ടു പോകുന്നതിൽ UDF-ൽ ചർച്ച നടന്നിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രി. തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി കേരളം. അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കി പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. നായ്ക്കളെ കൊല്ലുന്നത് സമിതിക്ക് തീരുമാനിക്കാം. നീറ്റ് പ്രതിഷേധ കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ പരാതികൾ കണക്കിലെടുത്ത്. പുനർജനിയിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തെളിവ് ഉണ്ടാക്കണോ എന്നും ചെന്നിത്തല. വടകര MDMA കേസിൽ നിർണായക വഴിത്തിരിവ്. ലഹരി ഇടപാടിന്റെ പ്രധാന ആസൂത്രകൻ സുൽത്താൻ ബത്തേരി സ്വദേശി ഷിൻഡോ ഷിബു. പ്രതിക്കായി അയൽ സംസ്ഥാനങ്ങളിലടക്കം ഊർജിത തെരച്ചിൽ. തെന്നിന്ത്യൻ പിന്നണി ഗായിക ജമുന റാണി അന്തരിച്ചു. അന്ത്യം 88-ാം വയസ്സിൽ ബാംഗ്ലൂരിൽ. ഓർമ്മയായത് സിംഹള, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലായി 6000-ലധികം ഗാനങ്ങൾ ആലപിച്ച ഗായിക. മുത്തങ്ങയിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ മരിച്ച രണ്ടാം പ്രതി അശോകൻ മാത്രം കുറ്റക്കാരനെന്ന് കോടതി. ഗീതാനന്ദൻ അടക്കം 56 പ്രതികളും കുറ്റവിമുക്തർ. പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ സലാം വധശ്രമക്കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചു. വിധി പറഞ്ഞത് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ചേരുകയാണ്. അനഘ, കോടതിയുടെ ഒരു വിധി പ്രസ്താവം, ശിക്ഷാ പ്രഖ്യാപനം, അതൊക്കെ ഏത് വിധത്തിലാണ് ഉണ്ടായത്? മായ, ഈ പ്രതികളെ മുഴുവനായും വെറുതെ വിട്ടിരിക്കുകയാണ്. ഇതിൽ 4 പ്രതികളെയാണ്, ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളെയാണ് ഈ വിനോദിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പക്ഷേ ഈ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അബ്ദുൾ സലാമിനെ ആക്രമിച്ച കേസിൽ അദ്ദേഹത്തെ വധിക്കാനടക്കം ശ്രമിച്ചു, ഗൂഢാലോചന അടക്കം നടത്തി. ഈ കേസിൽ നിലവിൽ ഇപ്പോൾ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പേർക്ക് നിലവിൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 5 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതായത് 19 വർഷത്തെ കഠിന തടവും 7 മാസത്തെ തടവും ശിക്ഷയുമാണ് നിലവിൽ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. പക്ഷേ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന കാരണത്താൽ 5 വർഷത്തെ ശിക്ഷ മാത്രം ഇവർ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മരിച്ച കോൺസ്റ്റബിൾ ആയിരുന്ന വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും പരിക്കേറ്റ അബ്ദുൾ സലാമിന് 3 ലക്ഷം രൂപയും ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകാനും ഈ ജില്ലാ സെഷൻസ് കോടതി നിലവിൽ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ഏതായാലും വിനോദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മുഴുവൻ പ്രതികളെയും നിലവിൽ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ ഈ അബ്ദുൾ സലാമിനെയും അതുപോലെ തന്നെ ശശിധരനെയും അടക്കം ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോടതി നിലവിൽ ഇപ്പോൾ 19 വർഷത്തെ കഠിന തടവും 7 മാസം തടവും പിഴയും വിധിച്ചിരിക്കുകയാണ്. ഏതായാലും 5 വർഷത്തെ ശിക്ഷ മാത്രം ഇവർ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാവും. മാത്രവുമല്ല, വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷവും അബ്ദുൾ സലാമിന്റെയും ശശിധരന്റെയും കുടുംബങ്ങൾക്ക് 3ഉം 2 ലക്ഷം രൂപ വീതവും നൽകാനും നിലവിൽ ഇപ്പോൾ കൽപ്പറ്റയിലെ ജില്ലാ സെഷൻസ് കോടതി നിലവിൽ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. മായ, ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വിധി പ്രസ്താവം കേട്ടത് മരവിച്ച മനസ്സുമായാണെന്ന് കൊല്ലപ്പെട്ട വിനോദിന്റെ സഹോദരൻ ബാബു പറഞ്ഞു. നീണ്ട 23 വർഷം കേസിലെ വിധിക്കായി കാത്തിരിക്കേണ്ടി വന്നു. അർഹതപ്പെട്ട കാര്യങ്ങൾ ഒന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. നീതിയും വൈകിയെന്നും സഹോദരൻ പറഞ്ഞു.
അനുജന്റെ രക്തസാക്ഷിത്വം സംബന്ധിച്ച കോടതി വിധി അല്പനേരം മുൻപാണ് ഞാനും കുടുംബാംഗങ്ങളും കേട്ടത്. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നത് തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും സമൂഹത്തിൻ്റെയൊക്കെ ഒരു പ്രതിബദ്ധതയെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത, അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസഫ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജോസഫ്, ഏതായാലും വിധിയിൽ കുടുംബം തൃപ്തരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വിനോദിന്റെ സഹോദരന്റെ വാക്കുകളിൽ നിന്ന് അപ്പീൽ പോകും അല്ലേ? തീർച്ചയായും മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിധിയിൽ കടുത്ത നിരാശയാണ് കുടുംബം ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 23 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ കേസിൽ വിധിയുണ്ടാകുന്നത്. വൈകി വന്ന നീതി, തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ അവർ പ്രതികരിച്ചത്. ഈ സമൂഹത്തിന് വേണ്ടി ആത്മഹൂതി ചെയ്യുന്ന രീതിയിലേക്ക് വിനോദ് മാറുകയായിരുന്നു. അത് ഒരു രക്തസാക്ഷിയായി മാറുകയായിരുന്നു. നീതിപീഠങ്ങളിൽ നിന്ന് കൃത്യമായ ഒരു നീതി ലഭിച്ചില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു സങ്കടമാണ് ഈ കുടുംബം പങ്കുവച്ചത്. നമ്മൾ കുറച്ചു മുമ്പ് അവിടെ പോയിരുന്നു, കുടുംബാംഗങ്ങൾ നേരിട്ട് കണ്ടിരുന്നു, മാതാവിനെ ഉൾപ്പെടെ കണ്ടിരുന്നു. ഇപ്പോഴും നിറകണ്ണുകളോടെയാണ് മകന്റെ വേർപാടിനെ അമ്മ ഇപ്പോഴും നോക്കിക്കാണുന്നത്. ഇപ്പോഴും അവർ ആ മാനസികാഘാതത്തിൽ നിന്ന് ഇതുവരെയും മുക്തയായിട്ടില്ല. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഇത്തരത്തിൽ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെളിവുകൾ ഉൾപ്പെടെ മനഃപൂർവ്വം അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ തെളിവുകൾ പരിഗണിക്കപ്പെടാതിരുന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പഠിക്കും. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഹോദരൻ, ഈ വിനോദിന്റെ സഹോദരൻ, ഒരു റിട്ടയർഡ് അഡീഷണൽ ASP ആയി റിട്ടയർഡ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സൂചനകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഇവരെ വിട്ടയക്കുകയായിരുന്നു. അതിൽ കടുത്ത നിരാശയാണ് പങ്കുവച്ചിരിക്കുന്നത്. മേൽക്കോടതികളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം, അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈ സലാം, അദ്ദേഹവും ഇപ്പോൾ കണ്ണൂരിലുണ്ട്. അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പ്രതികരണം നടത്തിയപ്പോൾ കടുത്ത നിരാശയാണ്, മരവിച്ച മനസ്സോടുകൂടിയാണ് ഇത്തരത്തിൽ തങ്ങൾ ഈ വിധി കേൾക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും പറഞ്ഞത്. ഈ തുടർ നടപടികളുടെ ഭാഗമായി വിധി പകർപ്പ് കയ്യിൽ കിട്ടിയതിനു ശേഷം അപ്പീൽ പോകാനാണ് നിലവിൽ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. മായ, ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തെരുവു നായ്കളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതോടെ അപകടകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകും. 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറായും പരിഗണിക്കും. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മനുഷ്യസുരക്ഷയ്ക്കാണ് പ്രഥമ മുൻഗണനയെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ മാറ്റണമെന്ന മുൻ ഉത്തരവുകൾ പിൻവലിക്കാനുള്ള ഹർജി കോടതി തള്ളുകയും അപകടകാരികളായവയെ കൊല്ലാമെന്ന അനുമതി നൽകുകയും ചെയ്തു. ദയാവധം തയ്യാറാക്കാനുള്ള പ്രോട്ടോകോൾ നടപ്പാക്കിയ ശേഷം തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ പ്രത്യേക സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഈ സമിതിക്ക് നായ്ക്കളെ കൊല്ലുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാം. ദയാവധത്തിനായുള്ള ഷെൽട്ടറുകൾ കണ്ടെത്താൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകും. അതേസമയം 2ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറുകളായി പരിഗണിക്കുകയും ലൈസൻസ് നൽകുകയും ചെയ്യാനാണ് പദ്ധതി. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനായുള്ള മാനദണ്ഡങ്ങളും തീരുമാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ UDF സർക്കാരിന്റെ വാദം തള്ളി കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ നിന്ന് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകി. പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് പദ്ധതി ആനുകൂല്യങ്ങൾ നഷ്ടമാവും. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കുണ്ടാകുമെന്നും PV അബ്ദുൾ വഹാബ് MP യുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി മറുപടി നൽകി.
ധാരണാപത്രം ഒപ്പിട്ടതിനാൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള UDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ പദ്ധതിയിൽ നിന്ന് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി അറിയിച്ചു. PV അബ്ദുൽ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പിന്മാറുകയോ ധാരണാപത്രം ഒപ്പുവയ്ക്കുകയോ ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം മാത്രമേ നഷ്ടമാകൂ എന്നും കേന്ദ്ര സർക്കാർ മറുപടി നൽകി. പ്രത്യേക സാഹചര്യങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കുണ്ടാകുമെന്നും രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം ധാരണാപത്രം ഒപ്പിട്ടുവെങ്കിലും ഇതുവരെ സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല എന്നും വിദ്യാഭ്യാസ സഹമന്ത്രി അറിയിച്ചു. അതേസമയം PM ശ്രീ പദ്ധതിയിൽ രാജ്യത്തെ 27 സംസ്ഥാനങ്ങൾക്കും 5 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 3105.63 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് V ശിവദാസൻ MP ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് യാതൊരു തുകയും അനുവദിച്ചു കിട്ടാത്ത ഏക സംസ്ഥാനം കേരളമാണെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണെന്നും പിന്മാറിയാൽ ഫണ്ട് ലഭിക്കില്ല എന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കും. പദ്ധതിയിൽ ഒപ്പിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഫണ്ടും വാങ്ങിയിട്ട് ഇപ്പോൾ തങ്ങളുടെ തലയിലേക്ക് കയറണ്ട. പദ്ധതിയിൽ നിന്നും പിന്മാറാം എന്ന കാര്യം ജോൺ ബ്രിട്ടാസിന് അറിയാമെങ്കിൽ അക്കാര്യം പിണറായി വിജയന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയാമായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്. ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായവും വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട. PM ശ്രീയിൽ UDF കൺവീനറെ തള്ളി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. PM ശ്രീയുമായി മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് UDF-ൽ ചർച്ച നടന്നിട്ടില്ല. PM ശ്രീയിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ കഴിയുമെന്ന് ആലോചിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കാരണം ഇന്നലെ UDF-ൽ PM ശ്രീ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. UDF ചർച്ച ചെയ്തു, ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. പുനർജനിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവും ഇല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരു ഘട്ടത്തിലും CBI അന്വേഷണം വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞിട്ടില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നത്. VD സതീശൻ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തെളിവ് ഉണ്ടാക്കിക്കൊടുക്കാൻ നിൽക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് ഫയൽ പരിശോധിച്ച ശേഷം ഒരു ഘട്ടത്തിലും CBI അന്വേഷണം വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞിട്ടില്ല. അതിനുശേഷം നടന്ന പരിശോധനയിൽ ഇത് ആവശ്യമില്ല, VD സതീശനെ ബന്ധപ്പെടുത്താനുള്ള ഒരു തെളിവും ഇല്ല എന്ന് അസന്നിഗ്ധമായി വിജിലൻസ് റിപ്പോർട്ട് തന്ന് കേസ് അവസാനിപ്പിക്കാമെന്ന് പറയുമ്പം അങ്ങനെയല്ല, അത് കേസ് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടികളുമായി മുന്നോട്ടു പോകേണ്ട എന്ന നിർദ്ദേശം DGPക്ക് നൽകി. അതേസമയം ജയിലുകളിൽ ഇന്നലെ രാത്രി മുതൽ തൂഫാന്റെ ഭാഗമായി റെയ്ഡുകൾ നടന്നു വരികയാണെന്നും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നും മന്ത്രി പറഞ്ഞു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും സമരങ്ങളുണ്ടായി. വിവിധ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെയും സമരങ്ങളാണ് നടന്നത്. വടകര MDMA കേസിൽ നിർണായക വഴിത്തിരിവ്. ലഹരി ഇടപാടിന്റെ പ്രധാന ആസൂത്രകനെ പോലീസ് തിരിച്ചറിഞ്ഞു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഷിൻഡോ ഷിബു ആണ് കേസിലെ പ്രധാന സൂത്രധാരൻ. പിടിയിലായ അധ്യാപികമാർ ഇരിട്ടി സ്വദേശിയായ ഷിജിൽ കുര്യാക്കോസിനാണ് പണം കൈമാറിയിരുന്നത്. ജിജിൽ ഈ തുക ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിതരണം ചെയ്ത ലഹരിമരുന്നിന്റെ ഉറവിടം ഷിൻഡോയാണെന്ന് വ്യക്തമായതോടെ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നിലവിൽ ഒളിവിലുള്ള പ്രതിക്കായി അയൽ സംസ്ഥാനങ്ങളിലടക്കം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്.
തെന്നിന്ത്യൻ പിന്നണി ഗായിക ജമുന റാണി അന്തരിച്ചു. 88-ാം വയസ്സിൽ ബാംഗ്ലൂരിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് നടക്കും. സിംഹള, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലായി 6000-ത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 7-ാം വയസ്സിൽ ത്യാഗയ എന്ന ചിത്രത്തിലൂടെ ബാലഗായികയായിട്ടാണ് തുടക്കം. ജിക്കി, പി ലീല, ML വസന്തകുമാരി, MS രാജേശ്വരി, AP കോമല എന്നിവർ പിന്നണി ഗാനരംഗത്ത് ആധിപത്യം പുലർത്തിയിരുന്ന കാലത്താണ് ജമുന റാണിയും ചലച്ചിത്രരംഗത്തേക്ക് കടന്നുവരുന്നത്. മലയാളത്തിൽ MS വിശ്വനാഥ്, ബ്രദർ ലക്ഷ്മൺ, MP ശ്രീനിവാസ്, MS ബാബുരാജ് എന്നിവരടക്കമുള്ളവരുടെ സംഗീതത്തിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പത്തനംതിട്ട കോന്നി കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിന്റെ മൃതദേഹം ഉൾക്കാട്ടിൽ കണ്ടെത്തി. കൊക്കാത്തോട് ഉൾവനത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം. 1 മാസം മുമ്പാണ് മോഹൻദാസിനെ കാണാതായത്. കോടതിയിൽ നിന്ന് സമൻസ് വന്നതിന് പിന്നാലെയായിരുന്നു ഇദ്ദേഹം കാട് കയറിയത്. കാണാതായതിന് പിന്നാലെ കുടുംബം പോലീസിനും വനം വകുപ്പിനും പരാതി നൽകിയിരുന്നു. BJP MLA-മാരായ രാജീവ് ചന്ദ്രശേഖരന്റെയും V മുരളീധരന്റെയും തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി. നേമത്തെ എതിർ സ്ഥാനാർത്ഥി ശബരിനാഥനും കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനുമാണ് ഹർജിക്കാർ. നാമനിർദ്ദേശ പത്രികയിൽ ശരിയായ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഈ MLA-മാരുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രധാനമായും ഇതിൽ സാമ്പത്തിക വിവരങ്ങളെല്ലാം മറച്ചുവെച്ചു, ചില കേസുകളുടെ കാര്യം മറച്ചുവെച്ചു, അങ്ങനെ വിവിധമായ കാര്യങ്ങളാണ് ഈ ഹർജികളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ശരിയായ വിവരങ്ങൾ നൽകാത്തതിനാൽ ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാണ് ഈ ഇരുവരും ഇപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം ഹർജികളിൽ വിശദമായ തെളിവെടുപ്പ് നടത്തി, അതായത് ഹൈക്കോടതിയിൽ തന്നെ ഒരു വിചാരണ പോലെ തെളിവെടുപ്പുകൾ നടത്തി ഇതെല്ലാം കോടതി പരിശോധിച്ച ശേഷമായിരിക്കും ഉത്തരവിടുക. മുൻപ് K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മെഷീന്റെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയതെല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കും. അതിനുശേഷം ഈ കാര്യത്തിൽ വിശദമായ ഒരു തെളിവെടുപ്പ് നടത്തി ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഹർജിയിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. ചേർത്തല അർത്തുങ്കൽ വില്ലേജ് സഹകരണ ബാങ്കിന് പോലീസ് സംരക്ഷണം അനുവദിച്ച് ഹൈക്കോടതി. ഞായറാഴ്ച നടക്കുന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സംഘർഷ സാധ്യത ചൂണ്ടിക്കാട്ടി ബാങ്ക് സെക്രട്ടറി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പ് പോലീസ് ഉറപ്പുവരുത്തണം. സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ട് കരുതൽ നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് രാജേഷ് സുബ്രഹ്മണ്യം മുഖാന്തരം നൽകിയ ഹർജിയിൽ കോടതി നിർദ്ദേശം നൽകി. ചേർത്തല SP-ക്കും അർത്തുങ്കൽ സ്റ്റേഷൻ സൗത്ത് ഓഫീസർക്കും ഉത്തരവിന്റെ പകർപ്പ് നൽകാനും പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ മിൽമയുടെ നെയ്യ് വേണ്ടെന്ന് തീരുമാനിച്ച് ദേവസ്വം ബോർഡ്. ആരോപണം ഉയരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ശബരിമലയിൽ മിൽമയുടെ മായം കലർന്ന നെയ്യ് എത്തിച്ചതായുള്ള ആരോപണം ഉയരുന്നതിനു മുമ്പ് തന്നെ ശബരിമലയിലേക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടെന്ന തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തതായി പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. മിൽമ സപ്ലൈ ചെയ്ത നെയ്യിൽ ദോഷമുണ്ടായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ എങ്ങനെ പരിശോധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരോപണം വരുന്നതുവരെ മിൽമയുടെ നെയ്യുടെ വിശ്വാസ്യതയിൽ സംശയമുണ്ടായിരുന്നില്ല. ഉപയോഗിച്ച നെയ്യുടെ ഗുണനിലവാരം എങ്ങനെ പരിശോധിക്കാനാവും? ഇനി മുതൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിക്കും. നെയ്യ് ശുദ്ധീകരിക്കാൻ ബോർഡിന് ശബരിമലയിൽ പ്ലാന്റ് ഉണ്ട്. അധികം നെയ്യ് വേണ്ടി വന്നാൽ മറ്റു വഴികൾ തേടാനാണ് തീരുമാനം. ഇക്കാര്യത്തിലടക്കം വിഷയത്തിൽ ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. പെരൂക്കട SIP ഗ്രൗണ്ടിൽ അദ്ദേഹത്തിനുള്ള ഫെയർവെൽ പരേഡ് നടന്നു. നിതിൻ അഗർവാളിന് പകരം ADGP S. ശ്രീജിത്ത് DGP ആവും. 30
27 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഫയർഫോഴ്സ് DGP നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. നാളിതുവരെയും തനിക്ക് ലഭിച്ച പിന്തുണയ്ക്ക് DGP നിതിൻ അഗർവാൾ നന്ദി അറിയിച്ചു. പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ പോലീസ് സേന അദ്ദേഹത്തിന് ഫെയർവെൽ പരേഡ് നൽകി. ഞാൻ കേരളത്തിൽ വന്നപ്പം നേരിട്ട് അക്കാഡമിയിൽ വന്നതാണ്. തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. എൻ്റെ അറിയില്ലായ്മ, എൻ്റെ ഷോർട്ട് കമ്മിങ്സ് എല്ലാം മാപ്പ് കൊടുത്ത് എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ സീനിയേഴ്സ് എൻ്റെ അങ്ങേയറ്റം പിന്തുണയും സഹകരണവും നൽകി നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും വിജയമാക്കിയിട്ടുണ്ട്. ഇതിന് ഞാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അതേസമയം നിതിൻ അഗർവാൾ വിരമിക്കുന്ന ഒഴിവിലേക്ക് ജയിൽ ADGP S. ശ്രീജിത്തിനെ നിയമിച്ചേക്കും. ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായതിനെ തുടർന്നാണ് സർക്കാർ S. ശ്രീജിത്തിന്റെ പേര് പരിഗണിച്ചത്. MR അജിത് കുമാറിന് പകരം S. ശ്രീജിത്തിനെ DGP ആയി പരിഗണിക്കാൻ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്നു തന്നെ ശ്രീജിത്തിനെ DGP ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങും. അതിനിടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കേസിൽ ശ്രീജിത്തിനെയും റിപ്പോർട്ട് സമർപ്പിച്ച ചീഫ് സെക്രട്ടറിയെയും ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവജാത ശിശു വിൽപ്പന കേസിലെ പ്രതികൾ പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ അമൃത TVക്ക് ലഭിച്ചു. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യവും 2 ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നതും അടക്കം ചാറ്റിൽ ഉണ്ട്. യുവതിയോട് പ്രതികൾ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ടിരുന്നു എന്നതും ചാറ്റിൽ നിന്നും വ്യക്തമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയും ആരോഗ്യനിലയും സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായാണ് റിപ്പോർട്ട് തേടിയിരുന്നത് എന്നാണ് നിഗമനം. പ്രതിയായ അർജുന്റെ ഫോണിൽ നിന്നാണ് അസം സ്വദേശിനിയുമായി ചാറ്റ് നടത്തിയിരുന്നത് എന്നാണ് സൂചന. ഹിന്ദി സംസാരിക്കുന്നതിന് വശമില്ലാത്ത അർജുൻ നിലവിൽ പോലീസ് നിരീക്ഷണത്തിലുള്ള മറ്റൊരു യുവതിയുടെ സഹായത്തോടെയാണ് ചാറ്റ് ചെയ്തിരുന്നത് എന്ന് പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നിലവിൽ പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഫോൺ കോളുകൾ, ബാങ്ക് ഇടപാടുകൾ തുടങ്ങിയവ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായുള്ള പോലീസിന്റെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. സംസ്ഥാനത്ത് അരിവില കുതിക്കുകയാണ്. കേരളത്തിലേക്ക് അരി എത്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തവണ ഗണ്യമായി നിലവിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് അരിവില ഉയരാൻ കാരണമായത്. 1 കിലോ അരിക്ക് 6 മുതൽ 10 രൂപ വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉൽപ്പാദനക്കുറവ് മൂലമുള്ള പ്രശ്നമായതിനാൽ അരിവില ഇനിയും ഉയരാനാണ് സാധ്യത. മലയാളിക്ക് ചോറുണ്ണാൻ അരി നൽകുന്ന കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ പ്രധാന നെല്ലുൽപാദന സംസ്ഥാനങ്ങളിൽ ഈ സീസണിൽ വിവിധ കാരണങ്ങളാൽ നെല്ലുൽപാദനം കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം മറ്റ് സംസ്ഥാനങ്ങളിലെ നെൽവിലയിലുണ്ടായ വർധനമാണ് അരിവില കൂടാൻ പ്രധാന കാരണമായതെന്ന് പറയുന്നു. അയൽ സംസ്ഥാനത്തെ കർഷകരിൽ പലരും ഈ സീസണിൽ കൃഷി ഇറക്കിയിരുന്നില്ല. അപ്പോൾ അവിടെ നെല്ലിൻ്റെ ക്ഷാമം വന്നു കഴിഞ്ഞപ്പം അവിടെ എക്സ്പോർട്ടും വന്നു. നെല്ലിൻ്റെ ക്ഷാമം വന്നു കഴിഞ്ഞപ്പം പ്രൊഡക്ഷൻ വളരെ കുറവായി. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡിമാൻഡായി. അപ്പോൾ 500 രൂപയ്ക്ക് വെച്ചാൽ 200 രൂപയ്ക്ക് കിട്ടുന്നുള്ളൂ. എല്ലാ അരിയും, സുരേഖ, ജയ, മട്ട, കുറുവ എല്ലാ അരിയും വില കൂടുതലാണ്. ഈവൻ പച്ചരി വരെ എല്ലാ മാർക്കറ്റും കൂടുതലാണ്. അതെല്ലാം ഇവിടെ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ, തമിഴ്നാട്, കർണാടക, ഇപ്പം ഗുജറാത്ത്, എല്ലാ സ്റ്റേറ്റിലും വില കൂടുതലാണ്. ഒരു സ്റ്റേറ്റിലും വില കുറവാണ്. നിലവിൽ എല്ലാത്തരം അരിക്കും മൊത്തവിലയിൽ 6 രൂപ മുതൽ 10 രൂപ വരെ കൂടിയിട്ടുണ്ട്. 45 രൂപയുണ്ടായിരുന്ന ഉണ്ടയരി 50 കടന്നു. ആന്ധ്ര, ജയ, കുറുവ, സുരേഖ എന്നിവയ്ക്കും സമാന രീതിയിൽ വില കൂടിയിട്ടുണ്ട്. സർക്കാർ ഇടപെടൽ നടത്തിയാലും വിപണിയിൽ അരി ലഭ്യമല്ലാത്തതിനാൽ വില എങ്ങനെ കുറയുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇത് പൈസ കൊടുത്താലും ആന്ധ്രയിൽ അരി ഇല്ല എന്നുള്ളതാണ്. അത് പൊതുവിപണിയിൽ ഇടപെടാൻ എങ്ങനെ പറ്റുമെന്നുള്ളത് അവർ തന്നെ ആലോചിച്ച് കണ്ടെത്തേണ്ട. 6 രൂപ തൊട്ട് 10 രൂപയുടെ വ്യത്യാസമുണ്ട്. ഹോൾസെയിലാണ് ആ വ്യത്യാസം. സ്വാഭാവികമായിട്ട് റീറ്റെയിൽ ഒരു 4 രൂപ അത് പ്രതിഫലിക്കുമല്ലോ, അവരുടെ വണ്ടിക്കൂലിയും മറ്റേതൊക്കെ അനുസരിച്ച്. ഞങ്ങളുടെ പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സാധനം ഉണ്ടാവില്ല. നിലവിൽ അരിക്ക് വില കൂടുമ്പോഴും കേരളത്തിൽ സംഭരിക്കുന്ന നെല്ലിന്റെ വില കൂടിയിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. സപ്ലൈകോ വഴി മൊത്തസംഭരണമായതിനാൽ പൊതുവിപണിയിൽ ഈ നെല്ല് ലഭിക്കാറില്ല. അടുത്തിടെയുണ്ടായ പാചകവാതകത്തിന്റെ വിലവർദ്ധനവ് നമുക്ക് ഹോട്ടൽ ഭക്ഷണം അപ്രാപ്യമാക്കിയിരിക്കുകയാണ്. പലരും വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഹോട്ടലിൽ നിന്ന് മാറി ഭക്ഷണം കഴിക്കുന്നത് മാറി
തന്നെത്താനെ പാചകം ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അരിവിലയും കൂടിയിരിക്കുന്നത്. ഓണ സമയമാണ്. എന്നാൽ നമുക്ക് അരി തന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അടുത്തുള്ള സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളിൽ അരി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നിലവിൽ തന്നെ ഹോൾസെയിൽ രംഗത്ത് തന്നെ ഏതാണ്ട് 6 മുതൽ 10 രൂപ വരെ കൂടിയിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വേണ്ടത്ര രീതിയിൽ തന്നെ ഇടപെട്ടാൽ മാത്രമേ ഓണക്കാലത്ത് ഈ ഒരു വിലക്കയറ്റം നമുക്ക് പിടിച്ചു തരാൻ കഴിയുള്ളൂ. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി. കാപ്പക്കേസിൽ ജയിലിലായ തിരുവനന്തപുരം വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന് അയോഗ്യത വന്നേക്കാവുന്ന നിർണായക കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. ജയിലിൽ കഴിയുന്ന ആർ സുഗതൻ നൽകിയ അവധി അപേക്ഷ കൗൺസിൽ പാസാക്കി പ്രതിസന്ധി മറികടക്കാനാണ് BJPയുടെ നീക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF വീണ്ടും ഹൈക്കോടതിയിൽ. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമസംരക്ഷണം റദ്ദാക്കണമെന്നും BJP കൗൺസിലർമാരുടെ നടപടികൾക്കുള്ള സംരക്ഷണം മുനിസിപ്പാലിറ്റി നിയമത്തിന് വിരുദ്ധമെന്നും അപ്പീലിൽ പറയുന്നു. അധികാരമില്ലാത്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ തുടക്കം മുതൽ അസാധുവെന്നും LDF പറയുന്നു. ഡിവിഷൻ ബെഞ്ചിലാണ് LDF അപ്പീൽ നൽകിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗിന് വെള്ളി. മത്സരത്തിൽ ആകെ 388 കിലോഗ്രാം ഭാരമാണ് ലവ്പ്രീത് ഉയർത്തിയത്. ഗെയിംസിൽ ഇന്ത്യയുടെ ആകെ മെഡലുകളുടെ എണ്ണം 16 ആയി. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഇന്ത്യക്ക് അഭിമാന നേട്ടം. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യൻ താരം സീമ കലീരാംന വെങ്കല മെഡൽ കരസ്ഥമാക്കി. ਹਾਂਜੀ ਸਰ, ਜਿੱਦਾਂ ਹੀ ਗੋਲਡ ਮਿਸ ਹੋਇਆ ਜੀ, ਆਪਣਾ ਬੰਦੇ ਨੂੰ ਹੁੰਦਾ ਤਾਂ ਹੈਗਾ ਜੀ ਆਪਣਾ ਗੋਲਡ ਮਿਸ ਹੋ ਗਿਆ, ਦੁੱਖ ਤਾਂ ਹੁੰਦਾ ਹੀ ਹੈ ਜੀ। ਚਲੋ ਹੁਣ ਨਾ ਆਉਣ ਵਾਲੇ ਕੰਪੀਟੀਸ਼ਨ ਤੇ ਵਧੀਆ ਕਰਾਂਗੇ ਜੀ, ਏਸ਼ੀਅਨ ਗੇम्स ਤੇ ਜੀ। लेकिन पूरा बहुत बहुत धन्यवाद सर, बहुत खुशी हो रही है। फर्स्ट कॉमनवेल्थ था और ब्रोंज मेडल हासिल किया है। कठिनाई तो ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.